ഹലോ ഫ്രണ്ട്സ്, അകലെ ലേറ്റസ്റ്റ് റിവ്യൂ. അംബികയെ ഒരു കളിയാക്കലും പുച്ഛത്തോടുകൂടി രാജുവിനോട് പറയുക, എടാ ചെക്ക, നീയും സൂക്ഷിച്ചോ, ചരിത്രം ചിലപ്പോൾ ആവർത്തിച്ചെന്ന് വരും. ഇവളെ ആ പത്മാവതിയുടെ മോളാ, ഇവള് ചിലപ്പോൾ നിന്നെ തേച്ചിട്ട് എങ്ങോട്ടെങ്കിലും അങ്ങ് പോയേക്കും. അംബികയെ പറയുന്നത് കേട്ട് ഋതിക രാജുവിനെ കെട്ടിപ്പിടിച്ചങ്ങ് പൊട്ടിക്കരയുവാണ്. രാജു ദേഷ്യത്തോട് ഈ അംബികയോട് പറയാം, അതൊക്കെ ഞാൻ നോക്കിക്കോളാം. ഋതുവിൻ്റെ കാര്യത്തിൽ നിങ്ങളുടെ ഉപദേശമൊന്നും എനിക്ക് ആവശ്യമില്ല. നാട് നീളെ പെണ്ണ് കേസുമായി നടക്കുന്ന നിങ്ങളുടെ മകനില്ലേ, അവൻ്റെ കാര്യം മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. ദേഷ്യത്തോടെ അംബിക പറയുക, പ്രതാപനോട് DNA ടെസ്റ്റ് നടത്തണമെന്ന് പലരും പറഞ്ഞതാ, ഞാനാ അതൊക്കെ വേണ്ടാന്ന് പറഞ്ഞത്. എന്തിനാ എൻ്റെ അനിയൻ സമൂഹത്തിൻ്റെ മുന്നിൽ നാണം കെടാനോ? ഇവളെ ആ ജഗന്നാഥൻ്റെ മകള് തന്നെയാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. എന്തായാലും വടി കൊടുത്ത് അടിമാടിച്ച് എല്ലാം നശിപ്പിച്ച്. ഒരു കിരീടം ഉണ്ടായിരുന്നു, മിനിസ്റ്റർ പ്രതാപ് വർമ്മയുടെ മകളെന്നുള്ള ഒരു കിരീടം. എന്തായാലും അതങ്ങ് പോയി കിട്ടി. അംബികയുടെ ഈ കളിയാക്കലും കുറ്റപ്പെടുത്തലും കണ്ട് ഋതിക വീണ്ടും പൊട്ടിക്കരയുവാണ്. രാജു ഋതികയെ സമാധാനിപ്പിക്കുന്നുണ്ട്. ഈ സമയം യാമിനിയും സരസ്വതിയമ്മയും അംബികയെ ഇങ്ങനെ ദേഷ്യത്തോടെ നോക്കുവാണ്. അംബിക ഉദ്ദേശിച്ചതിനേക്കാൾ നല്ല ഭംഗിയായിട്ട് തന്നെ കാര്യങ്ങളൊക്കെ നടന്നല്ലോ. ആ സന്തോഷത്തോടെ തന്നെ അംബിക ഇങ്ങനെ ദേഷ്യം അഭിനയിച്ച് അകത്തോട്ട് കയറി അങ്ങ് പോവുകയാണ്. സരസ്വതി അമ്മ പറയുന്നു, എൻ്റെ മോള് സമാധാനത്തോടെ ഇരിക്കും, ഈ പറയുന്നതൊന്നും സത്യമല്ല. സരസ്വതി അമ്മ സ്നേഹത്തോടെ ഋതികയുടെ തോളിൽ കൈവച്ചിട്ട് ആശ്വസിപ്പിക്കുന്നുണ്ട്. എൻ്റെ മോള് കരയാതെ. പെട്ടെന്ന് ഋതിക ദേഷ്യത്തോടെ സരസ്വതി അമ്മയുടെ കൈ അങ്ങോട്ട് തട്ടി മാറ്റിയിട്ട് പറയുന്നു, എന്നെ ആരും ആശ്വസിപ്പിക്കാൻ വരണ്ട, എന്നെ ഓർത്ത് ആരും സഹതപിക്കുകയും വേണ്ട, ഇനി മുതൽ നിങ്ങളുടെ ആരുമല്ല ഞാൻ. അങ്ങനെയൊക്കെ സരസ്വതി അമ്മയോട് പറഞ്ഞിട്ട് ഋതിക മുകളിലോട്ട് കയറി അങ്ങ് പോവുകയാണ്. സരസ്വതി അമ്മയും യാമിനിയും വളരെ സങ്കടത്തോടെ അങ്ങനെ ഋതികയെ നോക്കി നിൽക്കുക. ഈ സമയത്ത് പ്രതാപൻ നടന്ന കാര്യങ്ങളൊക്കെ ആലോചിച്ച് റൂമിനകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുവാണ്. അപ്പോൾ ഋതികയാണെങ്കിൽ ആ റൂമിനകത്തോട്ട് ചെന്നിട്ട് പ്രതാപനെ സാർ എന്ന് വിളിക്കുന്നു. പ്രതാപൻ വിഷമത്തോടുകൂടി ഋതികയെ ഇങ്ങനെ നോക്കുവാണ്. ഋതിക എന്നിട്ട് പ്രതാപനോട് പറയുന്നു, ഞാൻ യാത്ര പറയാൻ വന്നതാ, എൻ്റെ അച്ഛനാണെന്ന് കരുതി ഞാൻ കുറേ അധികം ഫ്രീഡം ഒക്കെ കാണിച്ചിട്ടുണ്ട്. അതൊക്കെ എനിക്ക് അറിയാതെ പറ്റിപ്പോയതാണെന്ന് സാറിന് തന്നെ മനസ്സിലായി കാണുമല്ലോ. കാണിച്ചിട്ടുള്ള അവിവേകങ്ങൾക്കെല്ലാം ഞാൻ ക്ഷമ ചോദിക്കുന്നു എന്നും പറഞ്ഞ് കരഞ്ഞുകൊണ്ട് ഋതിക കൈകൂപ്പിക്കൊണ്ട് വീണ്ടും പറയുക, സ്വന്തം മകളല്ലെന്ന് അറിഞ്ഞിട്ട് പോലും സാറ് പല പരിഗണനകളും തന്ന് എന്നെ വളർത്തിയില്ലേ, അതിനൊക്കെ ഒരുപാട് നന്ദി. എന്തൊക്കെയായാലും എനിക്ക് സാറിനെ മറക്കാൻ പറ്റില്ല. എൻ്റെ മനസ്സിൽ എന്നും ദൈവത്തിൻ്റെ സ്ഥാനത്ത് ഈ പ്രതാപവർമ്മ സാർ മാത്രമായിരിക്കും. എന്നാൽ ഞാനിനി പൊയ്ക്കോട്ടെ സാർ എന്നും പറഞ്ഞ് കരഞ്ഞുകൊണ്ട് ഋതിക പോകാനൊരുങ്ങുമ്പോൾ പെട്ടെന്ന് പ്രതാപൻ്റെ കണ്ണൊക്കെ നിറഞ്ഞുകൊണ്ട് പ്രതാപൻ മോളേന്ന് വിളിക്കുവാണ്. ഋതിക കരഞ്ഞോണ്ട് തിരിഞ്ഞു നോക്കുമ്പോൾ പ്രതാപൻ സങ്കടത്തോടെ പറയുന്നു, എൻ്റെ മോളെ, നീ ഒരിക്കലും അറിയരുതെന്ന് വിചാരിച്ചിരുന്ന സത്യം നീ തന്നെ എന്നെ കൊണ്ട് പറയിപ്പിച്ചതാ. നീ അങ്ങനെ ചോദിച്ചപ്പോൾ ആ ഒരു നിമിഷത്തിൽ ഞാൻ അങ്ങനെ അങ്ങ് പറഞ്ഞു പോയതാ. സോറി മോളെ. നിന്നെ പ്രസവിച്ച സ്ത്രീ എന്നോട് വിശ്വാസവഞ്ചന കാണിച്ചതിന് നീ ഉത്തരവാദിയല്ലല്ലോ. നീയും ഞാനും നിരപരാധികളാ. കരയുന്നതും നമ്മൾ തന്നെയാ മോളെ. ഒരു കാര്യം ഞാൻ നിനക്ക് ഉറപ്പു പറയാം, നീ ആരുടെ രക്തത്തിൽ ജനിച്ചതാണെങ്കിലും നീ എൻ്റെ മകള് തന്നെയാ. നീ ജനിക്കുന്നതിന് മുമ്പ് തന്നെ ഋതികയെന്ന് പേരിട്ട് നിന്നെ ഞാൻ മകളാക്കിയതാണ്. പ്രതാപൻ അങ്ങനെ പറയുന്നത് കേട്ട് ഋതിയെ കരയുമ്പോൾ സങ്കടത്തോടെ പ്രതാപൻ ഋതികയെ നെഞ്ചോടെ ചേർത്ത് പിടിക്കുവാണ്. വാത്സല്യത്തോടെ ഋതികയുടെ നെറുകയിൽ ചുംബിക്കുന്നു. തോളത്ത് കൈവച്ചിട്ട് പ്രതാപൻ പറയുക, എൻ്റെ മോള് പാവവാ, ഒരു കളങ്കവും ഇല്ലാത്തവൾ. എൻ്റെ കുട്ടിയെ ദൈവം ആവോളം അനുഗ്രഹിക്കും. മോളെ, നിന്നെ ഞാൻ ഇത്രയും കാലം വളർത്തിയതിന് നിന്നോട് ഞാനൊരു പ്രതിഫലം ചോദിക്കുക. അത് നീ എനിക്ക് തരണം. അതെൻ്റെ ഒരു അപേക്ഷയാണ്. ഈ വീടിൻ്റെ തെക്കേപ്പുറത്ത് ഒരുക്കുന്ന പട്ടടയിൽ എന്നെ കൊണ്ട് വെക്കുന്നത് വരെ എൻ്റെ മോൾ എന്നെ അച്ഛാന്നേ വിളിക്കാവൂ, അച്ഛാന്ന് മാത്രം എന്ന് പറഞ്ഞിട്ട് പ്രതാപൻ പൊട്ടിക്കരയുമ്പോൾ അച്ഛാന്ന് വിളിച്ച് പൊട്ടിക്കരഞ്ഞിട്ട് ഋതിക പ്രതാപനെ കെട്ടിപ്പിടിക്കുവാണ്. അങ്ങനെ ഋതികയെ ചേർത്ത് പിടിച്ച് നെറുകയിൽ ചുംബിക്കുവാണ് പ്രതാപൻ. പെട്ടെന്ന് ഋതിക പ്രതാപന്റെ കാല് പിടിച്ച് കരയുവാണ്. വാത്സല്യത്തോടുകൂടി പ്രതാപൻ ഋതികയെ പിടിച്ച് എഴുന്നേൽപ്പിച്ചിട്ട് നെറുകയിൽ തലോടുന്നുണ്ട്. എന്നിട്ട് ഋതിക അവിടെ നിന്ന് പൊയ്ക്കഴിയുമ്പോൾ കണ്ണ് നിറഞ്ഞ് ഓരോന്നിങ്ങനെ ആലോചിച്ച് നിൽക്കുവാണ് പ്രതാപൻ. നടന്ന കാര്യങ്ങളൊക്കെ ഓർത്ത് സങ്കടത്തോടെ ഹാളിലിരിക്കുവാണ് സരസ്വതിയമ്മ. മുകളിൽ നിന്ന് അംബികയും ദീപക്കും ഇതൊക്കെ ശ്രദ്ധിച്ചോണ്ട് നിൽക്കുന്നു. സരസ്വതിയമ്മയുടെ തൊട്ടരികിൽ തന്നെ യാമിനിയും രാജുവും ശേഖരനും ഇരിക്കുന്നുണ്ട്. ദീപക്കാണെങ്കിൽ വലിയ സന്തോഷത്തോടെ ചിരിച്ചോണ്ട് അംബികയോട് ചോദിക്കുന്നു, എന്തൊക്കെയാമ്മ ഇവിടെ നടക്കുന്ന പൂരം? എടാ മോനെ, പൂരവും തായമ്പോ ഒക്കെ നീ ഇങ്ങനെ നിന്ന് കണ്ടാൽ മാത്രം മതി. അപ്പോൾ കരഞ്ഞോണ്ട് ഋതിക അങ്ങോട്ട് വന്നിട്ട് രാജുവിനോട് പറയുന്നു, നമുക്ക് പോകാം. എന്നിട്ട് ഋതിക പറയുക, എല്ലാവരോടും കൂടി എനിക്കൊരു കാര്യം പറയാനുണ്ട്. അമ്മാമ്മേ, ചെറിയമ്മേ, ചെറിയച്ച, ഇനി ചെറിയമ്മേ ചെറിയച്ച എന്നൊന്നും എനിക്ക് വിളിക്കാൻ പറ്റില്ലല്ലോ.
അങ്ങനെയുള്ള ബന്ധങ്ങളൊന്നും എനിക്കിനി ഇല്ലല്ലോ. അത് കേട്ടിട്ട് ശേഖരൻ സങ്കടത്തോടെ പറയുന്നു, ഋതുമോളെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും പറയരുത്. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ നിന്റെ ചെറിയച്ഛനും യാമിനി നിന്റെ ചെറിയമ്മയുമാ. ഋതിക കരഞ്ഞോണ്ട് പറയുന്നു, ശരി, എനിക്ക് നിങ്ങളോട് ആരോടും യാതൊരു പരാതിയും. ഞാൻ ഇവിടുന്ന് ഇറങ്ങുക എന്നേക്കുമായി. ഇനി മേലിൽ ഞാൻ ഈ വീട്ടിലോട്ടോ ഓഫീസിലോട്ടോ ഇല്ല. എല്ലാം ഞാനിവിടെ ഉപേക്ഷിക്കുക. ഋതികയെ അങ്ങനെ പറഞ്ഞത് കേട്ട് വളരെ സന്തോഷത്തോടെ നിൽക്കുവാണ് അംബികയും ദീപക്കും. എന്താ മോളെ ഇതൊക്കെ? ഈ വീട് നിന്റെ പേരുള്ളതല്ലേ എന്നൊക്കെ ഇങ്ങനെ യാമിനി ചോദിക്കുന്നുണ്ട്. ഇല്ല ചെറിയമ്മേ, ഞാൻ ഇതെല്ലാം തിരിച്ചെഴുതി കൊടുത്തോളാം. ഞാൻ എൻ്റെ എല്ലാ സ്വത്തുക്കളും ഉപേക്ഷിക്കുന്നു. അത് കേട്ട് സരസ്വതിയമ്മ പറയുന്നു, മോളെ സൂര്യമംഗലത്തെ സ്വത്തുക്കളൊന്നും നിനക്ക് ഉപേക്ഷിക്കാനാവില്ല. അതിൻ്റെ എല്ലാം ഏക അവകാശി നീയാ. ഋതിക പറയുക, എന്നെ ഒരു മകളെപ്പോലെ സ്നേഹിച്ച ചെറിയമ്മയ്ക്കും ചെറിയച്ഛനും എൻ്റെ ഒരുപാട് നന്ദി. അങ്ങനെ അവരെ നോക്കി കരഞ്ഞുകൊണ്ട് കൈകൂപ്പുകയാണ് ഋതിക. സങ്കടം സഹിക്കാനാകാതെ സരസ്വതിയമ്മ മോളേന്നും പറഞ്ഞ് വിളിച്ചുകൊണ്ട് ഋതികയെ ഇങ്ങനെ കെട്ടിപ്പിടിക്കുവാണ്. ഋതികയും കരഞ്ഞുകൊണ്ട് അമ്മമ്മയെന്ന് വിളിക്കുവാണ്. പെട്ടെന്ന് ഋതിക കരഞ്ഞുകൊണ്ട് കൈകൂപ്പി എല്ലാവരോടും ഞാൻ ഇറങ്ങുകയാണ് എന്ന് പറയുമ്പോൾ രാജു ഋതികയെ ചേർത്ത് പിടിച്ചുകൊണ്ട്, ഋതു വാ നമുക്ക് പോകാം. അങ്ങനെ രാജു ഋതികയും കൂട്ടി അവിടുന്ന് പോവുകയാണ്. അങ്ങനെ രാജുവിനോടൊപ്പം വന്ന ഋതിക ബൈക്കിന്റെ അടുത്ത് വന്നിട്ട് കരഞ്ഞുകൊണ്ട് വീട്ടിലോട്ട് ഇങ്ങനെ നോക്കുവാണ്. അപ്പോൾ രാജു വാ എന്നും പറഞ്ഞ് ഋതികയും കൂട്ടിക്കൊണ്ട് അങ്ങനെ പോവുകയാണ്. അതൊക്കെ കൊണ്ട് സന്തോഷത്തോടെ അംബിക ദീപക്കിനോട് പറയുന്നു, എടാ നീ ഇങ്ങോട്ട് വന്നേ എന്നും പറഞ്ഞ് അംബിക ദീപക്കിനെയും കൊണ്ട് എല്ലാവരുടെയും അടുത്തോട്ട് വരുവാണ്. അംബിക എന്നിട്ട് പറയുക, അവള് പോയ സ്ഥിതിക്ക് ഇനി ഓഫീസിലെ കാര്യങ്ങളൊക്കെ ദീപക്ക് നോക്കിക്കോളും. അത് കേട്ട് ശേഖരൻ ദേഷ്യത്തോടെ പറയാ, എന്നാലൊരു കാര്യം ചേച്ചിയും കൂടെ മകനോടൊപ്പം ഓഫീസിലോട്ട് അങ്ങ് പൊയ്ക്കോ, എല്ലാം കൂടെ ഒരുമിച്ചങ്ങ് വിഴുങ്ങാവല്ലോ. അപ്പോൾ സരസ്വതിയമ്മ പറയുന്നു, ശേഖര ഞാനും ഇറങ്ങുവാണ് സൂര്യമംഗലത്തിലോട്ട്. എന്നിട്ട് ദേഷ്യത്തോടെ സരസ്വതിയമ്മ അംബികയെ നോക്കി പറയാ, എടി വിജയം ഇപ്പം നിനക്കാ. എന്നാൽ നീ ഒന്നോർത്തോ, നിന്നോടുള്ള കണക്കുകൂട്ടലുകളും ദേഷ്യവും ഒന്നും ഞാൻ ദൈവത്തിന് വിടില്ല. എല്ലാവരും എല്ലാം ബോധ്യപ്പെടുന്ന ഒരു ദിവസം വരും. അന്ന് ഞാൻ നിന്റെ അടുത്ത് വരും ഒരു ഭദ്രകാളിയായിട്ട്. ആ തീയാട്ടുപുരയിലിട്ട് നിന്നെ ഞാൻ കത്തിക്കും, ഓർത്തോടി നീ എന്ന് പറഞ്ഞിട്ട് സരസ്വതിയമ്മ അവിടുന്ന് പോകുമ്പോൾ ദേഷ്യത്തോടെ ശേഖരൻ അംബികയെ ഒന്ന് നോക്കിയിട്ട് യാമിനിയും കൂട്ടി അകത്തോട്ടങ്ങ് പോവുകയാണ്. ഇനി അടുത്ത് എന്ത് പരിപാടി ചെയ്യണമെന്ന് ആലോചിച്ചിങ്ങനെ ദേഷ്യത്തോടെ നിൽക്കുവാണ് അംബികയെ. പിന്നീട് കാണിക്കുന്നത് രാധമ്മയെന്ന് വിളിച്ച് കരഞ്ഞുകൊണ്ട് ഓടിച്ചെന്ന് രാധമ്മയെ കെട്ടിപ്പിടിച്ച് കരയുവാണ് ഋതിക. ഋതികയെ ചേർത്ത് പിടിച്ചോണ്ട് രാധമ്മ ചോദിക്കും, എന്താ മോളെ, എന്ത് പറ്റി, എന്തിനാ എൻ്റെ മോള് കരയുന്നത്? ഈ സമയം ജനലിൻ്റെ അടുത്തോട്ട് വന്ന് കൊച്ചമ്മണി ഇങ്ങനെ അവരെ ശ്രദ്ധിക്കുവാണ്. എന്താ മോളെ, എന്തിനാ എൻ്റെ മോള് കരയുന്നത്? മോള് രാധമ്മയോട് പറ, മോളിങ്ങനെ കരയല്ലേ, കാര്യം എന്താന്ന് വെച്ചാൽ പറ. ഇവൻ പിന്നെയും എൻ്റെ മോളെ സങ്കടപ്പെടുത്തിയോ? എടാ നീ വീണ്ടും എൻ്റെ മോളെ കരയിപ്പിച്ചോ? എന്താടാ ഇതൊക്കെ എന്നിങ്ങനെ രാധമ്മ ചോദിക്കുമ്പോൾ ഋതിക കരഞ്ഞുകൊണ്ട് പറയുന്നു, രാധമ്മേ, ഞാനും രാജുവും തമ്മിൽ ഒന്നുമില്ല രാധമ്മേ. പിന്നെ എന്തിനാ എൻ്റെ മോള് കരയുന്നത്? മോള് രാധമ്മയോട് പറ. അമ്മയില്ലാതെ വളർന്നവളാണ് രാധമ്മയെ ഞാൻ. ഇടയ്ക്ക് അമ്മ ജീവിച്ചിരിപ്പുണ്ടെന്ന് അറിഞ്ഞപ്പോൾ ഞാൻ ഒരുപാട് സന്തോഷിച്ചു. പക്ഷേ ഇന്നെനിക്കെല്ലാം മനസ്സിലായി. എനിക്ക് രക്തബന്ധമുള്ള അച്ഛനും അമ്മയും ഇല്ല. എനിക്ക് എൻ്റെ രാധമ്മയും വേണമെങ്കിലും മാത്രം മതി അച്ഛനും അമ്മയായിട്ട്. അല്ലെങ്കിലും ഒരച്ഛൻ്റെ അമ്മയുടെ സ്നേഹം തന്നത് എൻ്റെ രാധമ്മയാണ്. രാധമ്മയാണ് എൻ്റെ അമ്മ, എൻ്റെ അമ്മയാണ് രാധമ്മ എന്നും പറഞ്ഞ് ഋതിക പൊട്ടിക്കരഞ്ഞുകൊണ്ട് രാധമ്മയെ ഇങ്ങനെ കെട്ടിപ്പിടിക്കുവാണ്. കൊച്ചമ്മണിയാണെങ്കിൽ ഈ സമയം ജനലിൻ്റെ അടുത്ത് ഇങ്ങനെ നോക്കുക. കൊച്ചമ്മണിക്ക് ഒന്നും ഒട്ടങ്ങോട്ട് മനസ്സിലാകുന്നില്ല. കൊച്ചമ്മണി മനസ്സിൽ പറയാം, ചെവി കേൾക്കാത്തവൻ വെടിക്കെട്ട് കാണാൻ പോയതുപോലെ ആയല്ലോ എൻ്റെ അവസ്ഥ. എല്ലാം കാണാൻ പറ്റുന്നുണ്ട്, പക്ഷെ പൊട്ടുന്നത് എന്താണെന്ന് അറിയില്ല. എന്തൊക്കെയായാലും ഈ വീടിപ്പോഴും ഒരു തീപ്പുര പോലെയായി. എന്തായാലും എനിക്ക് അംബികയെ അറിയിക്കാൻ ഒരു ന്യൂസായി. കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന ഋതികയെ ചേർത്ത് പിടിച്ചിട്ട് രാധമ്മ പറയുന്നു, ചങ്ക് പൊട്ടി കരയുവാണല്ലോ ഈശ്വരായി കുഞ്ഞ്. മോനെ എന്താടാ, നീയെങ്കിലും പറ, എന്താ പറ്റിയത്? അപ്പോൾ ഋതിക പൊട്ടിക്കരഞ്ഞുകൊണ്ട് അകത്തോട്ട് അങ്ങ് ഓടിപ്പോവുക. രാധമ്മ പറയുന്നു, മോളെ അവിടെ നിൽക്ക്, എന്താന്ന് എന്നോടെങ്കിലും ഒന്ന് പറ മോളെ. എന്താടാ രാജു, എന്തിനാടാ മോളിങ്ങനെ ചങ്ക് തകർന്ന പോലെ കരയുന്നത്? അപ്പോൾ രാജു രാധമ്മയോട് പറയും, അമ്മേ, ഓർക്കാപ്പുറത്ത് ചില പ്രശ്നങ്ങളുണ്ടായി. അപ്പോൾ അവിടെ ചിരിച്ചോണ്ടിങ്ങനെ നോക്കി നിൽക്കുന്ന കൊച്ചമ്മണിയെ രാജു കാണുന്നുണ്ട്. കൊച്ചമ്മണിയെ കണ്ടിട്ട് ദേഷ്യത്തോടെ രാജു പറയുന്നു, കണ്ടില്ലേ, ന്യൂസ് അറിയാമെന്ന് നിൽക്കുക. ഇവരുടെ പ്രായം ഓർത്താ ഞാൻ, ഇല്ലെങ്കിൽ ഞാൻ വാരി അലക്കിയാന്. രാജു തന്നെ കണ്ടെന്ന് മനസ്സിലാക്കി പെട്ടെന്ന് കൊച്ചമ്മണി വാതിലിനരികിലോട്ട് മാറി മറഞ്ഞു നിൽക്കുവാണ്. രാജു അപ്പോൾ രാധമ്മയോട് പറയുക, അച്ഛൻ ഒറ്റ ഒരാളാ ഇതിനൊക്കെ കാരണം. അച്ഛനോ? അതിന് അച്ഛൻ എന്ത് ചെയ്തടാ? അവിടെ ഒന്ന് മറഞ്ഞു കേട്ട കൊച്ചമ്മണി മനസ്സിൽ പറയാം, ആഹാ, അച്ഛനും മോനും കൂടി ഒരു കൂട്ടയടി നടക്കാനുള്ള സാധ്യതയുണ്ട്. ഇനി എനിക്ക് അതും കൂടി കാണാം. വേണുവിനോട് രാജു പറയുന്നുണ്ട്, അച്ഛൻ ഒറ്റയൊരുത്തൻ കാരണം ഇതിനൊക്കെ കാരണം അച്ഛൻ്റെ ചതിയാണ്. അച്ഛനോട് ഞാൻ പല പ്രാവശ്യം ചോദിച്ചതാ ആ ജഗന്നാഥനെ കുറിച്ച്. അച്ഛൻ ആ സത്യങ്ങളൊക്കെ എന്നോട് തുറന്നു പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഋതികയോടൊപ്പം അച്ഛനെ ഫോളോ ചെയ്യില്ലായിരുന്നു. രാജു അങ്ങനെ പറയുന്നത് കേട്ടി വേണു ഞെട്ടിയിട്ട് ചോദിക്കുന്നു, നീ എന്തൊക്കെയാടാ ഈ പറയുന്നത്? നീ എന്നെ ഫോളോ ചെയ്തെന്നോ?
എനിക്കൊന്നും മനസ്സിലാകുന്നില്ലെന്നോ? എന്നാൽ ഞങ്ങൾക്കെല്ലാം മനസ്സിലായി. വേണു അങ്ങനെ രാധമ്മയോട് ചോദിക്കുന്നു, എടി എന്താ ഇവിടെ പ്രശ്നം? ഇവിടെ എന്തൊക്കെയാ നടക്കുന്നത്? ഇതൊക്കെ കണ്ടിട്ട് കൊച്ചമ്മണി അവിടെ ഒന്ന് മനസ്സിൽ പറയാം, ഓ എല്ലാവരും നിന്ന് പൊട്ടം കളിക്കും, ആർക്കും ഇതുവരെ കാര്യമൊന്നും മനസ്സിലാകുന്നില്ല, എനിക്കും ഒന്നും മനസ്സിലാകുന്നില്ല. അപ്പോൾ വേണുവിനോട് രാജു പറയുന്നുണ്ട്, അച്ഛൻ ഇനി ഒന്നും ഒളിക്കാൻ നോക്കണ്ട. അച്ഛൻ ഇപ്പോൾ ആ ജഗന്നാഥൻ അങ്കിളിൻ്റെ അടുത്ത് പോയോ? ആ ഞാൻ പോയി. ഞാൻ അച്ഛനോട് ചോദിക്കുമ്പോഴൊക്കെ അച്ഛൻ എന്നോട് ഓരോരോ നുണകൾ പറഞ്ഞുകൊണ്ടേയിരുന്നു. അതുകൊണ്ട് മാത്രമാണ് അച്ഛൻ ഒളിച്ചു പോയപ്പോൾ ഞാൻ അച്ഛൻ്റെ പുറകെ വന്നത്. എടാ രാജു, അതിന് അയാൾ എൻ്റെ സുഹൃത്താണ്. അയാളെ ഞാനവിടെ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നതിനകത്ത് പല കാര്യങ്ങളുണ്ട്. അയാളെ രക്ഷിക്കാനും പല സത്യങ്ങൾ പുറത്തു കൊണ്ടുവരാനും വേണ്ടിയാണ്. എന്നാലേ ആ സത്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു, ഞാനും ഋതികയും. രാജു അങ്ങനെ പറഞ്ഞപ്പോൾ സംശയത്തോടെ ഇങ്ങനെ രാജുവിനെ നോക്കി നിൽക്കുവാണ് വേണു. ഇതൊന്നും മനസ്സിലാകാതെ രാധമ്മ രാജുവിനെയും വേണുവിനെയും ഇങ്ങനെ മാറി മാറി നോക്കുവാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ബാക്കി കാര്യങ്ങളൊക്കെ ഇനി വേണുവേട്ടൻ തന്നെ പറയും. ആ സത്യങ്ങളൊക്കെ രാജുവും ഋതികയും കേട്ടതൊന്നുമല്ല സത്യം. അവർ പോയതിന് ശേഷം ജഗന്നാഥൻ പറഞ്ഞതൊന്നും ഇവർ കേൾക്കാതെ പോയതിൻ്റെ പ്രശ്നങ്ങളാണ്. ഇതെല്ലാം ഇനി മനസ്സിലാക്കും. ഋതിക പെട്ടെന്ന് തന്നെ DNA ടെസ്റ്റ് എടുക്കും. ആ DNA ടെസ്റ്റിൻ്റെ റിപ്പോർട്ടുമായിട്ട് പ്രതാപൻ്റെ അടുത്ത് വരും. അങ്ങനെ സത്യങ്ങളെല്ലാം പുറത്തു വരും. അംബികയും മോനെയും ചവിട്ടി പുറത്താക്കുകയും ചെയ്യും. അങ്ങനെയുള്ള റിവ്യൂവുമായി നമുക്ക് നാളെ കാണാം. എൻ്റെ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻസും, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.